പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയിൽ, ഈ ഭൂമിയിൽ നമ്മൾ ആരാധിക്കുന്ന ഈശ്വരമൂർത്തികളിൽ ഏത് മൂർത്തിക്കാണ് ശക്തി കൂടുതൽ? ഏത് മൂർത്തിക്കാണ് പ്രാധാന്യം കൂടുതൽ? കൃഷ്ണനാണോ? മഹാദേവനാണോ? ഭഗവതിക്കാണോ? ഗണപതിക്കാണോ? സുബ്രഹ്മണ്യനാണോ? പലപ്പോഴും നമുക്ക് സംശയം തോന്നാം അല്ലേ? പലപ്പോഴും നമ്മൾ ഉപാസിക്കുന്ന ഈ മൂർത്തിക്കാണ് ഏറ്റവും ശക്തി എന്ന് വിശ്വസിക്കുന്നവരാണ് പലരും. സത് ചിത് ഏകം ബ്രഹ്മ, എല്ലാം ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ ജ്ഞാനം നമ്മളിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എവിടെയാണെന്നറിയോ? കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ നിന്ന് 20 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ നമുക്ക് എത്താനാകുന്ന ഒരു പ്രദേശമുണ്ട്, മള്ളിയൂർ. മള്ളിയൂർ എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെയും എല്ലാവർക്കും മനസ്സിലാകും, മള്ളിയൂരിൽ ഗണപതിയും ശ്രീകൃഷ്ണനും ഒരേ ശ്രീകോവിലിൽ വസിക്കുന്ന ഒരു ക്ഷേത്രഭൂമി. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിനും അടുത്താണ് ഈ പ്രദേശമുള്ളത്, മള്ളിയൂർ. മള്ളിയൂർ ഗണപതി നമഃ അവിഘ്നമസ്തു ശ്രീകൃഷ്ണായ നമഃ എന്നിങ്ങനെ മന്ത്രത്തോടു കൂടിയിട്ടാണ് ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് തന്നെ. കരിങ്കല്ലിൽ പണിതീർത്ത തൂണുകളോടുകൂടി എന്നാൽ ഓടുമേഞ്ഞിട്ടുള്ള ഒരു ഗംഭീരമായ മനോഹരമായ ക്ഷേത്രം വലിയൊരു പറമ്പിന്റെ മധ്യത്തിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ പറമ്പിന്റെ മധ്യത്തിലിരിക്കുന്ന ഈ ക്ഷേത്രഭൂമി മള്ളിയൂർ ഗണപതിയും ശ്രീകൃഷ്ണനും ഒരുമിച്ചിരിക്കുന്ന ക്ഷേത്രഭൂമിയാണ്. മനോഹരമായ ചിത്രമാണ്. ഇവിടെ ഗണപതിയുടെ മടിയിലിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ. ആ ഗണപതി ആകട്ടെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റി പിടിച്ചിരിക്കുകയാണ് ഭഗവാനെ. അങ്ങനെ രണ്ട് മൂർത്തികൾ ഒരേ ശക്തിയോടുകൂടി നിൽക്കുന്നത് നമുക്ക് കാണാനാകുന്നത് അങ്ങനെ ഒരു ക്ഷേത്രഭൂമിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൊടിമരം തിളങ്ങുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ശാന്തസുന്ദരമായൊരു ക്ഷേത്രഭൂമിയുടെ അന്തരീക്ഷം നമുക്ക് കാണാം. ഈ ക്ഷേത്രഭൂമിയുടെ സങ്കല്പത്തെ മുഴുവൻ വിളിച്ചോതുന്നൊരു ശില്പവുമുണ്ട് ഒരു വശത്ത്. ഒരു ഭക്തന്റെ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ആ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ട് ഈശ്വരൻ നമ്മിലേക്ക് വരുന്നു. അവിടെ മഹാവിഷ്ണുവെന്നോ മഹാദേവനെന്നോ വേർതിരിവില്ല. ആ സത് ചിന്ത നമ്മളിലേക്ക് വരികയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു മള്ളിയൂർ ക്ഷേത്രഭൂമിയിൽ എത്തിയാൽ മതി. മള്ളിയൂർ ക്ഷേത്രഭൂമിയിൽ ശരിക്കും മുമ്പ് കാലത്ത് ഒരു ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നു. പെരുമാക്കന്മാരുടെ കാലത്താണ് അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതെന്നാണ്. ഏതാണ്ട് പെരുമാക്കന്മാരുടെ കാലം എന്ന് പറയുമ്പോൾ ഇന്നേക്ക് എത്ര കാലം പഴക്കം നമുക്ക് കാലം പറയാനാവില്ല. പെരുമാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നൊരു ഗണപതി ക്ഷേത്രം പിന്നീട് കാട് പിടിച്ചു കിടന്നു. ഈ കാട് പിടിച്ചു കിടന്ന ക്ഷേത്രത്തിന് ആദ്യത്തെ കാലത്ത് ആരിപ്പള്ളി, വടക്കേടം, പിന്നെ അതുപോലെ മള്ളിയൂർ എന്നിങ്ങനെ 3 ഇല്ലക്കാർക്കായിരുന്നു ചുമതലയുണ്ടായിരുന്നത്. അവർ മഹാവിഷ്ണുവിൻ്റെ മഹാദേവൻ്റെ ഉപാസകരായിരുന്നു. എന്നാൽ ഈ ഒരു വിനായക ക്ഷേത്രത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നത് ചരിത്രത്തിൽ നമുക്ക് സൂചനകൾ കാണാം. പക്ഷെ പിന്നീട് കാടെടുത്തു പോയൊരു പ്രദേശത്ത് ഗണപതി ക്ഷേത്രം അങ്ങനെ തന്നെ അതിൻ്റെ ക്ഷേത്രഭൂമിയിൽ കൊട്ടിപ്പാടി സേവ ഇപ്പോൾ അവസാനിച്ച് ഉച്ചപൂജയുടെ സമയമാവുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ശംഖനാദത്തിനൊപ്പം നമ്മൾ പ്രാർത്ഥിച്ചു നിൽക്കുന്നത് ഗണപതിക്കും ശ്രീകൃഷ്ണനും തിരുമുന്നിലാണ്. അകത്തെ ദീപങ്ങൾ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ കാണാം. ദീപാരാധനയുടെ സവിശേഷമായ അന്തരീക്ഷമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഓരോ ദീപാരാധനയിലും പ്രകാശമാണ് നമ്മളിലേക്ക് എത്തുന്നത്. അകത്തെ മൂർത്തിയെ, അകത്തെ ചൈതന്യത്തെ അറിയുവാനുള്ള മൂർത്തി, ഒരു ഭാവം. ഗണപതി സ്വരൂപം ഇരിക്കുന്നു, തുല്യ പ്രാധാന്യത്തോടുകൂടി ശ്രീകൃഷ്ണൻ ഇരിക്കുന്നു. ശിവശക്തി സ്വരൂപങ്ങളെ നമ്മൾ ആരാധിക്കുന്ന പോലെ ഒരേ ശ്രീകോവിലിൽ തന്നെ എല്ലാ സാന്നിധ്യങ്ങളെയും ആരാധിക്കാനാകുമെന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ മള്ളിയൂരിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിനായക ക്ഷേത്രം മുൻപ് കാലത്തുണ്ടായിരുന്നല്ലോ. പിന്നീട് അത് കാടെടുത്ത് പോയി എന്ന് പറഞ്ഞു. ഒടുവിൽ ഈ മറ്റുള്ള ഇല്ലങ്ങളൊക്കെ ക്ഷയിച്ചു പോവുകയും മള്ളിയൂർ മാത്രം ശേഷിക്കുകയും ചെയ്തൊരു കാലത്ത് മള്ളിയൂരിലെ ശങ്കരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ പൂജാതി കാര്യങ്ങൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഭാഗവതം, അദ്ദേഹം അർത്ഥമറിഞ്ഞ് ഭാഗവതത്തെ ആഴത്തിൽ പാരായണം ചെയ്യുകയും അറിയുകയും ഒക്കെ ചെയ്തത് വിനായകൻ കൂടി സാന്നിധ്യമാകുന്ന ഈ ക്ഷേത്രഭൂമിയിൽ വെച്ചിട്ടാണ്. ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് ജപിക്കുകയും പ്രാർത്ഥിക്കുകയും അറിയുകയും ചെയ്തത് ഭാഗവതം, പക്ഷേ പൂജകൾ ചെയ്തത് വിഘ്നേശ്വരൻ. അങ്ങനെ വന്നപ്പോൾ 2 ശക്തികളും ഒരുപോലെ ഉണർന്ന് ഇവിടെ സാന്നിധ്യമായി. അതുകൊണ്ടാണ് ഗണപതി വിഗ്രഹത്തിൻ്റെ സാന്നിധ്യത്തിൽ സാളഗ്രാമ സ്വരൂപത്തിൽ എല്ലാ മൂർത്തികളും ഒന്ന് എന്ന ശക്തിയെ പ്രകീർത്തിക്കുന്ന രീതിയിൽ മള്ളിയൂർ ക്ഷേത്രമുണ്ടായത്. മള്ളിയൂർ മഹാഗണപതി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മള്ളിയൂർ ശ്രീ ശങ്കരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഭാഗവതം, അദ്ദേഹം അതിൻ്റെ അർത്ഥങ്ങൾ, ആഴങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഈ ജീവിതം തന്നെ സദാ ആകർഷണ സ്വരൂപനായി നിൽക്കുന്ന കൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങൾ നമുക്ക് സമർപ്പിക്കാൻ തോന്നും. അങ്ങനെയുള്ള ആ പാതാരവിന്ദങ്ങളിലെ സമർപ്പണത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിഘ്നവിനായകൻ, ഗണപതി എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ ഉറവിടമാണല്ലോ, ജ്ഞാനത്തിൻ്റെ സ്വരൂപമാണല്ലോ. ആ ജ്ഞാനത്തിൻ്റെ സ്വരൂപം ഇവിടെ പ്രസീതാത്മക ഭാവത്തിലായിരുന്നു. വടക്കു നിന്ന് എവിടെ നിന്നോ ആണ് ഗണപതിയുടെ വിഗ്രഹം ഇവിടേക്ക് വന്നതെന്ന്, അതൊരു ഭക്തൻ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണ് എന്നും ഒക്കെയുള്ള ഐതിഹ്യങ്ങൾ ഇവിടെ ഉണ്ടാകും. ഇന്ന് നമുക്ക് വിശേഷമായിട്ട് മനസ്സിലാകാവുന്നത് ഒരു ശ്രീകോവിലിൽ ഗണപതിയും ശ്രീകൃഷ്ണനും സാന്നിധ്യമാവുക, അതുതന്നെയാണ് അതിൻ്റെ പരമമായ ചൈതന്യവും സാന്നിധ്യവും. വിനായക ചതുർത്ഥിയും ഇവിടെ പ്രധാനപ്പെട്ടതാണ്, അഷ്ടമി രോഹിണിയും ഇവിടെ പ്രധാനപ്പെട്ടതാണ്, ശിവരാത്രിയും പ്രധാനപ്പെട്ടതാണ്. എല്ലാ ക്ഷേത്രങ്ങളും ഇങ്ങനെ വേണം വയ്ക്കാൻ. അതായത് ഒരു മൂർത്തി എന്നുള്ളത് മാത്രം കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ അല്ലാതെ എല്ലാ മൂർത്തികളുടെയും പരമമായ സാന്നിധ്യത്തെ നമുക്ക് മനസ്സിലാക്കാനാകും.
മള്ളിയൂർ ക്ഷേത്രഭൂമിയിൽ നമ്മൾ നിൽക്കുന്നത് കർക്കിടക മാസത്തിലാണ്. കർക്കിടക മാസത്തിൽ എല്ലാവരുടെയും മനസ്സിൽ പലതരത്തിലുള്ള ആദി വ്യാധികളാണ് വരിക, അല്ലേ? രോഗങ്ങൾ വരുമോ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കൊക്കെ മരണം സംഭവിക്കുമോ, അല്ലെങ്കിൽ അസുഖങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടോ തുടങ്ങിയിട്ടുള്ള പല പല ചിന്തകളാണ്. എന്നാൽ കർക്കിടക മാസം എല്ലാ നന്മകളെയും നമ്മളിലേക്ക് കൊണ്ടുവരും. എപ്പോഴെന്നറിയാമോ? നമുക്ക് യഥാർത്ഥ രീതിയിൽ ഭഗവത് വിചാരമുണ്ട്. എന്താണ് ഈ ജീവിതം എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ, അതിൻ്റെ എല്ലാ തരത്തിലും ഉദയവും അസ്തമയവും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇരുട്ടും വെളിച്ചവും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചാലുണ്ടല്ലോ, നമുക്ക് എപ്പോഴും സമാധാനമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ എല്ലാ വിഘ്നങ്ങൾക്കും അറുതി വരുന്ന വിനായകന് മുന്നിൽ പ്രാർത്ഥിക്കുക. കർക്കിടക മാസത്തിൽ ഭഗവതിക്ക് മുന്നിൽ പ്രാർത്ഥിക്കുന്നതും പ്രധാനപ്പെട്ടതാണ്, വിനായകന് മുന്നിൽ പ്രാർത്ഥിക്കുന്നതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനായിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ മള്ളിയൂർ ക്ഷേത്രഭൂമിയിൽ എത്തുന്നത്. അകത്തേക്ക് നമുക്ക് ക്യാമറയ്ക്ക് പ്രവേശിക്കാനാകില്ല, പക്ഷേ ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ദർശനം ലഭിക്കും. നല്ല അലങ്കാരങ്ങളോടുകൂടി, മനോഹരമായ അലങ്കാരങ്ങളോടുകൂടി, കിടാവിളക്കിൻ്റെയും അകത്തെ പശ്ചാത്തലത്തിൽ ശ്രീകോവിലാകെ ദീപത്തോടുകൂടി നമുക്ക് ആ ഗണപതിയെയും ആ ശ്രീകൃഷ്ണനെയും കാണാനാവാണ്. മള്ളിയൂർ തിരുമേനിയുടെ ഭഗവത ഹംസം എന്ന് വിശേഷിപ്പിക്കുന്ന മള്ളിയൂർ തിരുമേനിയുടെ മനസ്സിൽ കുടികൊണ്ടത് പിന്നീട് ആ മനസ്സിൽ നിന്ന് ലോകത്തിലേക്ക് പകർന്നു കിട്ടിയതാണ് ഈ രൂപം. അതുകൊണ്ട് തന്നെ സ്നേഹഭാവത്തിലിരിക്കുന്ന രണ്ട് മൂർത്തികളെയാണ് നമുക്ക് കാണാനാകുന്നത്. വരാനിരിക്കുന്നു വിനായക ചതുർത്ഥി. ചിങ്ങമാസത്തിൽ വിനായക ചതുർത്ഥി വരാനിരിക്കുന്നു. ഈ വിനായക ചതുർത്ഥിയുടെ കാലത്ത്, അത് വിനായക ചതുർത്ഥിയുടെ ആഘോഷങ്ങളും ഒക്കെ വരുന്ന സമയത്ത് കർക്കിടകവും ചിങ്ങവും അതുപോലെ തന്നെ കന്നിയും തുലാവും എല്ലാം ആഘോഷങ്ങളുടേതായി മാറുമ്പോൾ ഇവിടെ ഗണപതി ഹോമത്തിന് വലിയ പ്രാധാന്യമാണ്. പണ്ട് കാലത്ത് ശരിക്കും പറഞ്ഞാൽ മള്ളിയൂർ ഇല്ലത്തിന് കീഴിലാണ് ക്ഷേത്രം ഉണ്ടായിരുന്നതെങ്കിൽ പോലും കടുത്ത ദാരിദ്ര്യം കൊണ്ട് നിത്യപൂജയ്ക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്ത് പോലും ഗണപതി ഹോമം മുടങ്ങാതെ നടത്തിയിരുന്നു ഇവിടുത്തെ ഇല്ലത്തുകാർ, മള്ളിയൂർ ഇല്ലത്തുകാർ. അന്ന് 36 നാളികേരം കൊണ്ട് ഗണപതി ഹോമം നടത്തുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് 10,008 നാളികേരങ്ങൾ കൊണ്ട് ഗണപതി ഹോമം നടത്തുന്ന വിശേഷമായൊരു അവസരത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് മള്ളിയൂർ. മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിൻ്റെ ഈ ഭൂമിയിലെ ഈ ഹോമകുണ്ഡം നമുക്ക് അത്തരത്തിൽ ചില ഉണർവുകളെയാണ് പറഞ്ഞു തരുന്നത്. ആ ഉണർവുകളിലേക്ക്, ആ തേജസ്സിലേക്ക് സഞ്ചരിക്കാൻ മള്ളിയൂർ ക്ഷേത്രം നമുക്ക് എല്ലാ വഴികളും ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വഴിയിലൂടെ നമ്മൾ ഉണർന്ന് സഞ്ചരിക്കണമല്ലോ. അതുകൊണ്ടാണ് മള്ളിയൂരിലെ ഗണപതി ശ്രീകൃഷ്ണ സാന്നിധ്യമുള്ള ഈ ക്ഷേത്രഭൂമിയിലേക്ക് എത്തിയത്. ഇവിടെ എത്തുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളൂ, എല്ലാ ആനന്ദത്തിൻ്റെയും ഉറവിടമാണല്ലോ സാക്ഷാൽ ശ്രീകൃഷ്ണൻ. എല്ലാ വിഘ്നങ്ങൾക്കും അറുതി വരുത്തുന്നയാളാണ് വിനായകൻ. രണ്ടാളും ഒരു ശ്രീകോവിൽ ഇരിക്കുന്നു എന്ന് വെച്ചാൽ ഈ കർക്കിടക മാസത്തെ യാതൊരു ഭയവും കൂടാതെ മുന്നോട്ട് നയിച്ചോളൂ. എല്ലാ തരത്തിലും വേണ്ടതെല്ലാം മൂർത്തികൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നോളൂ. ഏതായാലും നമുക്ക് മള്ളിയൂരിലെ തന്നെ, മള്ളിയൂർ കുടുംബം എന്ന് പറയുമ്പോൾ ശരിക്കും മള്ളിയൂർ ക്ഷേത്രം മള്ളിയൂർ ഇല്ലത്തിൻ്റെ വകയായിരുന്നു. 3 ഇല്ലക്കാരുടെ ആയിരുന്നു. പിന്നീടത് മള്ളിയൂർ ഇല്ലത്തിന് കീഴിലേക്ക് വന്നല്ലോ. അപ്പോൾ ആ കാലം മുതൽ നമ്മളോടൊപ്പം ഉള്ളത് മള്ളിയൂർ ശ്രീ ദിവാകരൻ തിരുമേനിയാണ്. ഒപ്പം ശ്രീ ശിവൻ അദ്ദേഹവുമുണ്ട്. രണ്ടാളും ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. യഥാർത്ഥത്തിൽ കാരണവർ ഏട്ടനാണ് പരമേശ്വരൻ. ഇന്നിപ്പോൾ ഒരു തൃശ്ശൂർ ഒരു പരിപാടിക്ക് ഉദ്ഘാടനം ഉണ്ട്, അപ്പോൾ അതിനു വേണ്ടി പോയിരിക്കുകയാണ്. ഭാഗവതത്തെ അതിൻ്റെ പരമമായ അർത്ഥത്തിൽ, അതിൻ്റെ എല്ലാ തരത്തിലുള്ള സന്ദേശങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന അതേ വിശേഷമായ ഒരു ഭൂമിയാണിത്. എത്ര ഭഗവതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച, അല്ലെങ്കിൽ എത്രമാത്രം ആനന്ദങ്ങൾക്ക്, ആശയങ്ങൾക്ക്, സന്ദേശങ്ങൾക്ക്, തത്വങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഭൂമിയാണിത്. അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ വിശേഷമായിട്ട് നടക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ ഓഗസ്റ്റ് 21 മുതൽ 28 വരെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. 27-ാം തീയതിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള വിനായക ചതുർത്ഥി. 21 രാവിലെ ആണ് കൊടിയേറ്റ്. 27-ാം തീയതി പള്ളിവേട്ട ദിവസമാണ് വിനായക ചതുർത്ഥിയായിട്ട് നമ്മളെല്ലാ വർഷവും ആഘോഷിച്ച് വരുന്നത്. അന്ന് രാവിലെ 10,008 നാളികേരത്തിൻ്റെ ഗണപതി ഹോമമാണ് ഇവിടെ നടക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഗജപൂജ, ആനയൂട്ട്, അതിനുശേഷം ഒരു ഗജവീതന്മാരാണ് നിൽക്കുന്ന കാഴ്ചവേലിയായിട്ട് പെരുവനംകുട്ടന്മാരും മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരും പഞ്ചാരിവേളവും പാണ്ഡ്യവേളവും പെരുവനം അദ്ദേഹത്തിന്റെയും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും പഞ്ചാരിമേളമായിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം അതുപോലെ തന്നെ വലിയ വിളക്കായിട്ട് ഇതുപോലെ തന്നെ 12 ഗജവീതന്മാരുടെ അകമ്പടിയോടെ ഒരു ഗംഭീരമായ ഉത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവാണ്. എന്നുള്ളതിനെക്കാട്ടിലുപരി നമുക്കൊരു തീർത്ഥാടനം എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ. എന്ന് വെച്ചാൽ അച്ഛനുള്ളപ്പോഴും ഒരു ഭക്തജനങ്ങൾക്ക് മാക്സിമം സൗകര്യം ചെയ്ത് കൊടുക്കുക, അവർക്ക് തൊഴാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക
അന്ന് ഫുൾ ടൈം നട തുറന്ന് ഇരിക്കുന്ന ഒരു സംവിധാനം അന്നത്തെ ദിവസം. നടയടയ്ക്കുന്നത് രാത്രി ഒരു 12 മണിക്ക് ശേഷം, പള്ളിവേട്ട ആയതുകൊണ്ട് എന്തായാലും 12 മണിയാവും. അതുപോലെ നട തുറന്നിരിക്കും. എത്രയോ പേര് വന്നാലും അവർക്കുള്ള അന്നദാനവും. പിന്നെ ഒരു 4 മണിക്ക് എത്തിയാൽ 4 മണി മുതൽ രാത്രി 12 മണി വരെ വിനായക ചതുർത്ഥിയുടെ നാൾ മള്ളിയൂർ ഗണപതി ക്ഷേത്രം നമ്മളുടെ ആദിവ്യാധികൾ അകറ്റാൻ, സകല വിഘ്നങ്ങളും ഇല്ലാതെയാക്കുവാനായി നട തുറന്നിരിക്കും. അതുകൊണ്ട് ഭക്തർക്ക് തീർച്ചയായിട്ടും ഈ ദിവസത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ എത്താം. അന്നദാനം ഉണ്ടാകും, അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് വിലയേണ്ടി വരില്ല. പ്രസാദം ഉണ്ടാകും, ഭഗവത് പ്രസാദം. തീർച്ചയായിട്ടും ദർശനം നടത്തുക. കാരണം ഭഗവാനും ശ്രീകൃഷ്ണനും ഗണപതിയും ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്ന അപൂർവത, അതുമാത്രമല്ല എല്ലാം ഒന്ന് എന്ന് മനസ്സിലാക്കുവാനാകുന്ന ശക്തി സ്വരൂപം. ഇത് മാത്രമല്ല ഇവിടെ ഒരു സാളഗ്രാമ ചൈതന്യത്തിലാണല്ലോ അല്ലേ? അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞാൽ. അച്ഛന് ഭാഗവതമാണല്ലോ ഉപാസന. അച്ഛൻ്റെ ഈ ക്ഷേത്രം ഇന്ന് അറിയപ്പെടുന്നതും ഭാഗവതത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അത് പ്രത്യേകിച്ച് അച്ഛൻ വഴി. അച്ഛന് അനവധി സപ്താഹങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ, അതുപോലെ തന്നെ ഇവിടെ ഉള്ളപ്പോൾ ക്ഷേത്രത്തിൽ തേവാരം, അത് കഴിഞ്ഞാൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും അകത്ത് കയറി പുഷ്പാഞ്ജലിയാണ്. അത് ഓരോ ശ്ലോകം ചൊല്ലിയാണ് പുഷ്പാഞ്ജലി. അപ്പം ഗണപതിയുടെ പീഠത്തിൽ സാളഗ്രാമം വെച്ചിട്ടാണ്. അത് ഗുരുവായൂരപ്പൻ എന്നുള്ളൊരു ശ്രീകൃഷ്ണ സങ്കല്പമായിട്ടാണ്. അപ്പം ഗണപതിക്കും കൃഷ്ണനും തുല്യ നിവേദ്യം നയിച്ചിട്ടേ ഉള്ളൂ. അന്ന് ഇതുപോലെയൊന്നും ക്ഷേത്രമില്ല, ശ്രീകോവിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അമ്പലം വലുതാകണം എന്നുള്ള ആഗ്രഹമാണ് ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അലട്ടിയതും. അവസാനം വരെ കൊടിമരം ആകുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ പോയെങ്കിലും എന്നാലും തൃപ്തിയായിട്ടാണ് പോയത്. അപ്പം ഈ 2 പേർക്കും തുല്യ പ്രാധാന്യമായിട്ടാണ്. ഓരോ ശ്ലോകത്തിനും 2 പേർക്കും അർച്ചന കഴിക്കും. നിവേദ്യവും കൊടുക്കുന്നുണ്ടെങ്കിലും അതും 2 ഒരുപോലെ കൊടുക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇത്തിരി കുറവ്, അങ്ങനെ ഒരാൾക്ക് ഇത്തിരി കൂടുതൽ, അങ്ങനെയില്ല. 2 പേർക്കും തുല്യ അളവാണ്. അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ആ ഭാഗവതത്തിൻ്റെ ഉപാസന കൊണ്ടാണ് എപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയാലും ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യമാണ് അകത്തുണ്ട്. ഗണപതിയുടെ കൂടെ ശ്രീകൃഷ്ണൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അച്ഛൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സങ്കല്പമാണ്. അങ്ങനെയാണ് അതാണ് അന്ന് വിചാരിക്കുന്നു. നമ്മളോടത് വ്യക്തമായിട്ട് പറയില്ല എങ്കിലും അച്ഛൻ്റെ മനസ്സിലതുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സങ്കല്പം. അദ്ദേഹത്തിൽ നിന്ന് എത്ര പേർക്കാണ് ഭാഗവതം എന്നുള്ള എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിൽ ഈ ഭാഗവതത്തെ ഇത്ര ആഴത്തിൽ അറിയാൻ തുടങ്ങുന്നത് തന്നെ അവിടെ നിന്നാണ് എന്നല്ലേ? അതുകൊണ്ടുള്ള ഭാഗവത ഹംസം എന്നുള്ള ഒരു കൂടുതലും മറ്റുള്ള ക്ഷേത്രങ്ങളിൽ താന്ത്രികമായിട്ട്, പിന്നെ ഇത് ഇവിടെ കൂടുതൽ അച്ഛൻ്റെ ഒരു ഉപാസനയാണ്. ഇപ്പോൾ വഴിപാടുകളാണെങ്കിലും അതെ, അച്ഛൻ തീരുമാനിച്ച വഴിപാടുകളാണ്. ഓരോരുത്തർക്ക് ഇപ്പം കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയും ഒരു 12 വെള്ളിയാഴ്ച അല്ലെങ്കിൽ 12 ചൊവ്വാഴ്ച പഴമാല കഴിക്കാൻ പറയും. അല്ലെങ്കിൽ തടസ്സമെന്ന് പറഞ്ഞാൽ 1000 കൂടെ. ഇതെല്ലാം അച്ഛൻ ചെയ്ത അച്ഛൻ അനുഭവത്തിൻ്റെ ഭാഗത്തിലാണ്. അങ്ങനെയാണ് ഇവിടുത്തെ വഴിപാടുകളെല്ലാം വന്നിരിക്കുന്നത്. ഒരു 2005-2006 കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് മള്ളിയൂരേക്ക് വരുന്നത്. അന്ന് എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ളൊരു മഹാഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം ഒരു അല്പനേരം ഇരുന്ന് സംസാരിക്കാൻ. ആ സമയത്ത് മുഴുവനും വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അത്രയ്ക്ക് സാത്വിക ചൈതന്യമാണ്. ഒരു ദിവ്യമായ ഒരു ആത്മചൈതന്യം തന്നെയായിരുന്നു. നമ്മളും അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ വലയത്തിലേക്കാകുന്ന പോലെ, അതായത് ജീവിതത്തിലെ എല്ലാം ഈശ്വരനാണെന്ന് വിചാരിക്കുന്ന ഒരാളുടെ അരികിൽ നിൽക്കുമ്പോൾ ആ ആൾ തന്നെ ഈശ്വരൻ നാവിലും കുടികൊള്ളുന്നത്, ഈശ്വരൻ മനസ്സിലും കുടികൊള്ളുന്നത്, ഹൃദയത്തിലും ആത്മാവിലും ഒക്കെ ഈശ്വരനെ കുടിയിരുത്തി ഒരാളുടെ അടുത്തിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അതുപോലൊരു സമാധാനവും സന്തോഷമാണ്. ഇപ്പോൾ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് അദ്ദേഹത്തെ അങ്ങനെ ഒന്ന് കാണാൻ പറ്റിയത്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഒന്ന് വാങ്ങാൻ പറ്റിയത്. ഒരു പക്ഷേ ആ അനുഗ്രഹം ഈ യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഈ അമ്പലങ്ങളിലൂടെയുള്ള ഈ യാത്ര ഒക്കെ സാധിക്കുന്നത് ഒരു പക്ഷേ ആ അനുഗ്രഹങ്ങളെല്ലാം അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആ ആത്മചൈതന്യം ഒരിക്കലും അത് ഇവിടെ നിന്ന് വിട്ടുപോവില്ല. ആ ആത്മചൈതന്യം ഇവിടെ ഉണ്ടാവും. ആ ഭാഗവത സാരാംശങ്ങൾ, അതിൻ്റെ അമൃത്, ഭാഗവത കണ്ണൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ ഭാഗവത കണ്ണൻ തന്നെയാണ് അകത്തും ഇരിക്കുന്നത്. അപ്പോൾ അഷ്ടമി രോഹിണിക്കും വിശേഷം ഉണ്ടാവുമല്ലോ? അഷ്ടമി രോഹിണിക്ക് വിശേഷമുണ്ട്. കൂടുതലും വിനായക ചതുർത്ഥിയാണ്. പിന്നെ അച്ഛൻ്റെ ജയന്തിയാണ് സത്രമായിട്ടാണ് നടത്തുന്നത് ജനുവരിയിൽ. ഒരു മുൻപ് കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ കടുത്ത ഒരു ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് പിന്നീടുള്ള ഒരു യാത്ര, അല്ലെങ്കിൽ അവിടുത്തെ ആ സമയത്തെ ഒരു കാര്യം, 36 നാളികേരം കൊണ്ട് പോലും നമുക്ക് ഗണപതി ഹോമം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ തന്നെ ഉണ്ടത്. എന്ന് വെച്ചാൽ ഒരു 98-99 ശേഷമാണ് ഈ അമ്പലം അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു അച്ഛന് എപ്പോഴും ആര് വന്നാലും ഞങ്ങളുടെ കാര്യമല്ല പറയുക, മക്കളുടെ കുടുംബത്തിൻ്റെ കാര്യം പറയും. എനിക്ക് അമ്പലം നന്നായി കാണണം. ഈ ശ്രീകോവിലിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉറ്റിട്ട് വീഴുകയായിരുന്നു, ചോർച്ചയായിരുന്നു. അപ്പോൾ എന്നാണ് എനിക്കതൊന്ന് നന്നായി കാണാൻ പറ്റുക എന്നുള്ളൊരു വിഷമം. അങ്ങനെ ആ ഒരു സങ്കടത്തിൽ നിന്ന് ഉണ്ടായ ഒരു കുറേ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് അന്ന് ഉണ്ടായിരുന്നു. അച്ഛനെ അതുപോലെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കാലത്ത് ഒരു 2001-2000 തോന്നുന്നു അച്ഛൻ ആദ്യം ഒരു കാർഡിയാക് അറസ്റ്റ് വരുന്നു. അപ്പം മരണത്തിനോട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇറങ്ങിച്ചോളാൻ വരെ പറഞ്ഞ സമയത്ത് അച്ഛനെ എന്നോട്
അവിടെ വെച്ച് പറഞ്ഞൊരു വാക്കെന്ന് വെച്ചാൽ, എനിക്ക് ഈ അമ്പലം നന്നായി കാണണമെന്നൊരാഗ്രഹമുണ്ട്, അതിനുള്ളൊരു അനുവാദം കിട്ടുമോ എന്ന് ചോദിച്ചു. നമുക്കറിയില്ല. അപ്പോൾ പക്ഷേ ആ ഒരു വാക്കാണ് അച്ഛനെ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ 2002 ആ കാലയളവിൽ പ്രതിഷ്ഠ നടന്നു. 2003 ആ പ്രതിഷ്ഠ നടന്നു. അച്ഛൻ എങ്ങനെയാണോ അമ്പലം ആകണം എന്ന് ആഗ്രഹിച്ചത് ആ ലെവലിലോട്ട് ഈശ്വരൻ ഇവിടെ ഇത്രയും എത്തിച്ചു. ഇപ്പോൾ സ്വർണ്ണ കൊടിമരം വരെയായി. അതിന് എണ്ണയൊഴിച്ചിട്ടാണ് അച്ഛൻ പോയത്, എണ്ണത്തോണിയിലിട്ട്. പക്ഷേ പ്രതിഷ്ഠ കാണാൻ പറ്റിയില്ല. പക്ഷേ അച്ഛൻ അത് നടക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അത്രയും വരെ എത്തിച്ചത് അച്ഛൻ്റെ ഒരു ആ തപസ്സും ആ ദാരിദ്ര്യം ഉണ്ടായിരുന്നുവെങ്കിലും അത് അച്ഛനത് ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നിട്ടില്ല ഇന്നേ വരെ. ദാരിദ്ര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അമ്മയും ഞങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് ഗണപതിയും കൃഷ്ണൻ അത് മാത്രമേ ഉള്ളൂ. ആ ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഇത്രയും ഇന്ന് അമ്പലം എത്തിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക്. ശരിക്കും ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ മൂർത്തി ചൈതന്യത്തെ ഒരാൾ മനസ്സിലറിഞ്ഞ് ഉപാസിക്കുമ്പോൾ ആ ഉപാസനയ്ക്കനുസരിച്ച് ആ മൂർത്തി സാന്നിധ്യം അവിടെ വരുമ്പോൾ ആ മനസ്സ് മാത്രമല്ല, ആ മനസ്സ് ഭക്തിയാൽ നിറയും. പക്ഷേ ചുറ്റുമുള്ളവർ സ്വാഭാവികമായും അവരുടെ ഒരു അഭിവൃദ്ധിയിലേക്ക് അല്ലെങ്കിൽ ഐശ്വര്യത്തിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ 1008 നാളികേരം കൊണ്ട് ഗണപതി ഹോമം, ഇത് നമ്മളിപ്പോൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്തർക്ക് മള്ളിയൂർ ക്ഷേത്രത്തിലേക്ക് അവർ വരേണ്ടത് എന്തിനായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള? അന്നത്തെ ദിവസം മഹാഗണപതി ഹോമമാണ് പ്രധാനമായിട്ടും. ഓരോരുത്തരുടെയും അവരവരുടെ പേരിലും നാളിലും ചെയ്യുന്ന ഒരു രീതിയാണ്, സമ്പ്രദായമാണ് പതിവ്. അതിനുള്ള സംവിധാനവും നമ്മൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അത് അത് എല്ലാവരുടെയും ഒരു അനവധി പേരുടെ ഒരു വഴിപാടുകളാണ് അന്ന് നടക്കുന്നത്. 10,000-ൽ അധികം നാളികേരം വരും, ചിലപ്പോൾ 12,000 ഒക്കെ ആകാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൽ പങ്കുചേരണമെങ്കിൽ അവർ ഇവിടേക്ക് വരേണ്ടതുണ്ടോ? അല്ലാതെ ഇപ്പോഴത്തെ ഒരു പുതിയ രീതിയിൽ ഓൺലൈൻ വഴിയൊക്കെ ബുക്കിംഗ് ഉണ്ട്. നമ്മുടെ ഫോൺ നമ്പരും മറ്റിലും വെച്ച് ഓൺലൈൻ വഴിയാണെങ്കിലും വളരെ സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാത്തിലും ക്ഷേത്രങ്ങളിൽ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ പരമാവധി അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഭക്തർക്ക് അങ്ങനെ എളുപ്പമാകാൻ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാത്തവർക്കും വേണമല്ലോ, അവർക്ക് പറ്റുന്ന രീതിയിൽ സൗകര്യം ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ മറ്റേ KSRTC ആണെങ്കിലും പ്രാവശ്യം ഒരു ടെമ്പിൾ ടൂറിസം അവരെല്ലാം സപ്പോർട്ടും വണ്ടികൾ ഇടുന്നുണ്ടെന്ന് പറയുന്നു. അതെല്ലാം ഭക്തജനങ്ങൾക്ക് സൗകര്യം ചെയ്യാവുന്ന അത്രയും ഞങ്ങളെ കൊണ്ട് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങം എത്തുമ്പോൾ വിനായക ചതുർത്ഥി നാളിൽ കർക്കിടകത്തിൽ നാലമ്പല ദർശനം പോകുമ്പോഴും നിങ്ങൾക്ക് മള്ളിയൂരേക്ക് എത്താം. നിങ്ങൾ കോട്ടയത്തെ നാലമ്പലത്തെ ദർശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മള്ളിയൂരെത്തി ദർശനം നടത്തി കോട്ടയം നാലമ്പലം ദർശിക്കാൻ പോകാവുന്നതാണ്. അതുപോലെ ചിങ്ങമാസത്തിലെ ഈ വിനായക ചതുർത്ഥി നാളിൽ തീർച്ചയായിട്ടും ഇവിടെ എത്തി ദർശനം നടത്താൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും എത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമായിക്കൊള്ളട്ടെ, ഇവിടെ നടക്കുന്ന ആ ഗണപതി ഹോമം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സകല നന്മകൾക്കും വേണ്ടിയിട്ടുള്ള സമർപ്പണമാണ് നടക്കുന്നത്. അവിടെ ആ ഹവിസ് സ്വീകരിക്കുന്നത് ഈ പ്രപഞ്ചശക്തി തന്നെയാണ്. ഈ പ്രപഞ്ചശക്തി ഊർജ്ജസ്വലമാകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളും പ്രപഞ്ചവും വ്യത്യസ്തമല്ലല്ലോ. എല്ലാം എന്താണോ ബ്രഹ്മാണ്ടത്തിലുള്ളത് പിണ്ടാണ്ടത്തിലും അതുണ്ട് എന്ന് പറയുമ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിൽ ആ ഊർജ്ജത്തെ സ്വീകരിക്കുവാൻ ഈ പ്രപഞ്ചശക്തികൾ തയ്യാറായാൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്കും പകർന്നു കിട്ടുക തന്നെ ചെയ്യും. ഹോമം നടക്കുന്ന നാളിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ, വിനായക ചതുർത്ഥി നാളിൽ വ്രതമെടുത്തുകൊണ്ട് പ്രാർത്ഥനകളിൽ പങ്കുചേരുക. ഇവിടുത്തെ ഹോമം നിങ്ങൾ മനസ്സുകൊണ്ട് ഇവിടെ എത്തി അതിന് പങ്കുചേരുക. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിശേഷമായ ദിവസത്തെ ഏറ്റവും വിശേഷമായ തലത്തിലേക്ക് എത്തിക്കാം. ഗണപതിയും ശ്രീകൃഷ്ണനും ഒരുമിച്ചിരിക്കുന്നു എന്നുള്ള അപൂർവത ഈ ക്ഷേത്രഭൂമിയിലുള്ളത് കൊണ്ട് നമ്മളുടെ പുരാതനമായ ഏത് ക്ഷേത്രഭൂമികൾ നോക്കിയാലും മഹാവിഷ്ണു ഉണ്ടെങ്കിൽ സാളഗ്രാമ സ്വരൂപത്തിൽ, മഹാദേവൻ ലിംഗസ്വരൂപത്തിൽ ഉണ്ടാവും. അല്ലെങ്കിൽ മഹാദേവന്റെ ക്ഷേത്രമാണെങ്കിൽ അവിടെ സാളഗ്രാമ സ്വരൂപത്തിൽ മഹാവിഷ്ണു ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഒരു എന്തായാലും തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഇവിടേക്ക് ആ ദിവസം വന്ന് പങ്കുചേരാൻ തന്നെയാണ്. എല്ലാവരെയും നമുക്ക് ക്ഷണിക്കാം, നിങ്ങളും വരാൻ ശ്രമിക്കും. എല്ലാവരും വരിക, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും എന്തായാലും നിർബന്ധമായിട്ട് എത്തണം. ശരി. നമ്മുടെ കേരളത്തിലെ, ഭാരതത്തിലേന്ന് മൊത്തത്തിൽ പറയാമെങ്കിലും കേരളത്തിലാണ് ആചാരങ്ങൾക്ക്, ക്ഷേത്രങ്ങളിൽ, ശ്രീകോവിലുകളിൽ ഒക്കെ പൂജാതി കാര്യങ്ങൾക്ക് വലിയ ശ്രദ്ധ കൊടുക്കുന്നത്. നിത്യം തിരിവെക്കുവാൻ പോലും നിവൃത്തിയില്ലാത്ത ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള കുടുംബങ്ങൾ, ഇല്ലക്കാർ, അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂജാരികൾ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കഴകക്കാർ ഒക്കെ ഒത്തുചേർന്ന് മനസ്സാൽ പ്രാർത്ഥിച്ച് ഈശ്വര ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായി വരണേ, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന് തിരി തെളിയിക്കാനുള്ള അവസ്ഥ ഉണ്ടായി വരണേ, തിരി കെടുത്തരുതേ, അല്ലെങ്കിൽ വെളിച്ചം കെടുത്തരുതേ എന്ന് പ്രാർത്ഥിച്ച ആ പഴയ തലമുറയുടെ പ്രാർത്ഥനാ ശക്തികളാണ് ഇന്ന് പല ക്ഷേത്രങ്ങളുടെയും ഖ്യാതിക്ക് കാരണമായിരിക്കുന്നത്. ഇപ്പം നമ്മൾ മൈസൂർ, കർണാടകയിലേക്ക് പോകുമ്പോൾ അവിടെ അലമേലു അമ്മ എന്ന് പറഞ്ഞിട്ടൊരു അമ്മയെക്കുറിച്ച് പറയും. ആ അമ്മ ബ്രഹ്മജ്ഞാനമുള്ളയാളോ അല്ലെങ്കിൽ പൂജാരിയോ യാതൊന്നുമല്ല, ഒരു ക്ഷേത്രത്തിൽ എന്താ പറയുക, വൃത്തിയാക്കുന്ന ഒരാളാണ്.
ജാതിയിലാണെങ്കിലും താഴ്ന്നു നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ശ്രീരംഗനാഥനെ ഒരിക്കൽ ആക്രമിക്കുവാനായി ടിപ്പുവിൻ്റെ പടയാളികൾ വരുന്നു എന്ന് കേട്ടപ്പോൾ ഈയൊരു ശ്രീരംഗനാഥൻ്റെ ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഓടുകയാണ് ചെയ്തത്. ആ ആഭരണങ്ങളെങ്കിലും സംരക്ഷിക്കണം, ശ്രീരംഗനാഥൻ അണിയാനുള്ള ആഭരണങ്ങൾക്ക് കേടുപാട് വരുത്തരുത് എന്ന് കരുതി പിന്നീട് കാവേരി നദിയിലേക്ക് എടുത്തു ചാടി അലമേലു അമ്മയുടെ സ്മരണകൾ ഇന്നും കർണാടകയിൽ മൈസൂരിൽ സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ശാപവുമായിട്ട് ബന്ധപ്പെട്ട ചില കഥകളും പറയുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് തപസ്വികളുടെ, സാത്വികരുടെ, ഭഗവാനികൾ സമർപ്പിച്ചവരുടെ മനസ്സിൻ്റെ നന്മകളാണ് നമ്മുടെ ക്ഷേത്രവും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളും. ദാരിദ്ര്യമായിരുന്നു, കടുത്ത ദാരിദ്ര്യമുണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് നമുക്ക് ഒരാൾ പോലും പട്ടിണി കിടക്കേണ്ടാത്ത അവസ്ഥയിലേക്കൊക്കെ എത്തുന്നുവെങ്കിൽ ഈ പ്രാർത്ഥനകൾക്കൊരു പ്രാധാന്യമുണ്ട് തന്നെ തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങം എത്തുമ്പോൾ ഇവിടുത്തെ ഈ ഒരു 10,008 നാളികേരം കൊണ്ടുള്ള ഹോമത്തിലേക്ക് വന്ന് പങ്കെടുക്കുവാൻ ശ്രമിക്കുക. ഇവിടെ നമ്മളിപ്പോൾ കാവിലാണ് നിൽക്കുന്നത്. തീക്ഷ്ണമായ സങ്കല്പങ്ങളോടുകൂടി നാഗചൈതന്യങ്ങൾ, നാഗചാമുണ്ടി, നാഗരാജാവ്, നാഗദേവതകളെല്ലാം ഉണർന്നു നിൽക്കുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതും മള്ളിയൂരിൻ്റെ ചൈതന്യമായിട്ട്, മള്ളിയൂരിൻ്റെ സാന്നിധ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അകത്തിരിക്കുന്നത് ഗണപതിയും ശ്രീകൃഷ്ണനും ഒരുമിച്ചാണ് എന്നുള്ളത് തന്നെ വലിയ പ്രാധാന്യമാക്കി മനസ്സിലാക്കിക്കൊണ്ട് ഈ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥയാത്ര നമുക്ക് സാധിക്കട്ടെ, സംഭവിക്കട്ടെ. മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന്, മള്ളിയൂരിലെ ശ്രീകൃഷ്ണൻ്റെ സവിധത്തിൽ നിന്നാണ് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നത്. മനസ്സുണർന്നിരിക്കുക, സർവ്വ ചൈതന്യങ്ങളെയും അടുത്തറിയുക. കർക്കിടകം എന്നത് നന്മ കർക്കിടകം തന്നെയാണ്. ആദിവ്യാധികളെക്കുറിച്ചുള്ള ഒരു ഭയവും വേണ്ട. എല്ലാം നോക്കുവാൻ, എല്ലാം കരുതലോടുകൂടി ഇരിക്കുവാൻ നമ്മുടെ മനസ്സുണർന്നാൽ മതി. നമ്മുടെ മനസ്സുണർന്നാൽ എല്ലാ ശക്തികളും നമ്മളിലേക്ക് വന്നോളും. ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. Moksha, Journey to the Self.